മുസൽമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊതുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊതുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ നമ്മുടെ മുന്നിലുള്ള വിഷയങ്ങൾ 1950 സംഘടന രൂപീകരിക്കുന്ന കാലഘട്ടം മുതൽ 20 വർഷം പൂർത്തീകരിക്കുന്ന വേളയിൽ വിവിധങ്ങളായ വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ പരിഗണിക്കുന്നുണ്ട്. അത് പ്രൊഫഷണൽ എഡ്യൂക്കേഷനിലെ സെൻട്രൽ ഗവൺമെന്റ് പോളിസി മേക്കിങ്ങിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ അതിനെ എങ്ങനെയല്ല നമ്മുടെ IT വിഭവക്കാരായിട്ടുള്ള സുഹൃത്തുക്കളെ സംഘടനയുടെ ഭാഗമായിട്ട് ഇത്രയും വർഷം ഇവിടെ നിന്നവരെ സംരക്ഷിച്ചു പോകുന്നതിന് സ്റ്റാറ്റസ് ഫോർ നിലനിർത്തുന്ന നയം ബഹുമാനപ്പെട്ട സെൻട്രൽ മിനിസ്ട്രിയെ അറിയിക്കുവാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ പ്രവർത്തനം കഴിഞ്ഞ കാലഘട്ടത്തിൽ എടുത്തു പോകാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് നമ്മുടെ രീതിയിലുള്ള പ്രതിനിധികളാണ്. അവരോട് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ തൊഴിൽ സംരക്ഷണത്തിനായി ഉള്ള എല്ലാവരുടെ പിന്തുണയും പ്രത്യേകിച്ച് പ്രൊഫഷണൽ എഡ്യൂക്കേഷനിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഷയങ്ങളെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് പ്രത്യേകിച്ച് KBR, KTBR ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഫഷണൽ റൈറ്റ്സ് സ്റ്റാറ്റസ് കോ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ പിന്തുണയും കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് റെക്കമെൻഡേഷൻ രീതിയിലേക്ക് കേന്ദ്ര സർക്കാരിലേക്ക് പോകണമെന്ന നിവേദനം ഇവിടെയുള്ള ഭരണസർക്കാരിന് മുന്നിൽ സംസ്ഥാന സമിതിയുടെ പേരിൽ വെക്കുവാനാണ്. ഇന്നലെ നടന്ന മഹാറാലി 14 ജില്ലകളിൽ നിന്നും ഏകദേശം 5000-ഓളം അംഗങ്ങൾ പങ്കെടുത്ത മഹാറാലി സത്യം പറഞ്ഞാൽ കാഞ്ഞങ്ങാട് നഗരവേദികളെ പുറകെ കൊള്ളിച്ചു. അതിനായി വന്നെത്തിയ മുഴുവൻ പ്രതിനിധികളെ ഒരിക്കൽ കൂടി സംസ്ഥാന സമിതിയുടെ ഭാഗത്ത് ഹൃദയംഗമായ ശിവകുമാർ അവർ ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഉദ്ഘാടകൻ ശ്രീ സാബു എബ്രഹാം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ചീഫ് ടൗൺ പ്ലാനർ വിജിലൻസ് ആയിട്ടുള്ള രാജേഷ് സർ, അതോടൊപ്പം കൃത്യമാണെന്നും ഈ അവസരത്തിൽ പറയുകയാണ്. മറ്റൊരു കാര്യം, ചീഫ് ടൗൺ പ്ലാനർ വിജിലൻസ് ഇവിടെ ഇരിപ്പുണ്ട്. നഗരസഭകളുടെ അല്ലെങ്കിൽ ജില്ലാതല മാസ്റ്റർ പ്ലാനുകൾ ഉണ്ടാകുന്ന സമയത്ത് ലെൻഫോർഡിന്റെ കൂടി സജഷൻ എടുത്തുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കിടക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി CTPക്ക് മുന്നിൽ വയ്ക്കുകയാണ്. ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുന്നു. ഇന്ന് നമ്മുടെ ഈ ഒരു ഡെലിഗേറ്റ് കോൺഫറൻസിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റും കാസർഗോഡ് ജില്ലക്കാരനുമായിട്ടുള്ള നമ്മുടെ 6 വർഷക്കാലമായിട്ട് ലെൻഫോർഡിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന അതിപ്രഗത്ഭനായ ഒരു പ്രതിഭാശാലിയായിട്ടുള്ള ഒരു സംസ്ഥാന പ്രസിഡന്റാണ് CS വിനോദ് കുമാർ അവർ. അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവരും കടപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം നമുക്കറിയാം, ഈ 14 ജില്ലാ സമ്മേളനങ്ങളിലും വളരെ കൃത്യമായി പങ്കെടുത്ത PhDകളാണ് ഞങ്ങൾ. അവിടെ നിങ്ങളോടാണ്, ആ പ്രതിനിധികൾ എന്ന് പറയുന്നവരോടാണ് ഞങ്ങൾ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളും ഈ നാളുകളിലും അതുപോലെ സംഘടന നേടാൻ പോകുന്നു. നമ്മുടെ പ്രതിനിധിയും ഒക്കെ ചർച്ച ചെയ്തു പോയിട്ടുണ്ട്. ഇന്നലെയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. ദീർഘമായ ഒരു അധ്യക്ഷ പ്രസംഗത്തിലേക്ക് ഞാൻ മുതിരുന്നില്ല. സമയബന്ധിതമായി നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ 2 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ നിങ്ങൾ ഡിജിറ്റലായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറിയുടെ ചാതുര്യമായ ആ റിപ്പോർട്ടിങ്ങും നമുക്ക് കൃത്യമായി ശ്രമിക്കേണ്ടതുണ്ട്. അതിലുപരി അതിൽ നിന്ന് വരുന്ന ഒരു ആശയങ്ങളെ കൃത്യമായി ചർച്ചയുടെ ഭാഗമായി കൊണ്ടുവരേണ്ടതുണ്ട്. പുതിയ കാലഘട്ടത്തിലൂടെ അല്ലെങ്കിൽ പുതിയ രീതിയിൽ സംഘടനയെ എങ്ങനെ, ഏത് രീതിയിൽ ഈ വരുന്ന പ്രതിസന്ധിയെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന വിഷയങ്ങൾ നാം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിനൊപ്പം നാം അനുഭവിക്കുന്ന മറ്റിതര നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടനവധിയായ വിഷയങ്ങൾ, അതിൽ നിന്നുള്ള വിലക്കയറ്റം അടക്കമുള്ള GST അടക്കമുള്ള നിർമ്മാണ നിയന്ത്രണങ്ങളടക്കമുള്ള വിഷയങ്ങളൊക്കെ നിങ്ങളുടെ ഉച്ചക്കത്തെ സെഷനിൽ ചർച്ചയുടെ ഭാഗമായി കൊണ്ടുവന്നുകൊണ്ട് അത് സമ്പൂർണ്ണമായി നടക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് പ്രതിനിധി സമ്മേളനം.
ഈ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടത് എനിക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള സാങ്കേതിക വിദ്യയുടെ മികവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിരവധി വ്യക്തിത്വങ്ങളുമായി സംവദിക്കുന്നതിനു വേണ്ടി അല്പസമയമെങ്കിലും ലഭിക്കുക എന്നുള്ളത് എന്നെപ്പോലെയുള്ള സാമൂഹിക പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുകയാണ്. തീർച്ചയായും അതിലേറെ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. പുതിയ തലമുറയെ കൂടി അഡ്രസ് ചെയ്യാൻ കൂടി കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ വികസനത്തിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഈ പുതിയ കാലത്ത് നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും എല്ലാം വലിയ നിലയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ആ മാറ്റത്തിനനുസരിച്ചുകൊണ്ടുള്ള ഏറ്റവും നൂതനമായ ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ കഴിയുന്ന പ്രതിഭാശാലികളായിട്ടുള്ള ആളുകളാണ് ലെൻസ്ഫെഡ് ഉൾപ്പെടെയുള്ള ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെയും വിലപ്പെട്ട നൂതനമായ ആശയങ്ങളെ സ്വീകരിക്കാൻ, അതിനെ സ്വാഗതം ചെയ്യാൻ, അതിനോടൊപ്പം സഞ്ചരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരും തയ്യാറാകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളുടെ ഒരു പരിച്ഛേദമാണ് ഞങ്ങളുടെ ഈ ജില്ലയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. കാസർഗോഡിന്റെ സാംസ്കാരികമായ തനിമയെ അടുത്തറിയുന്നതിനു വേണ്ടി നിങ്ങൾ പലർക്കും കഴിഞ്ഞിട്ടുണ്ടാവും. സപ്തഭാഷകളുടെ സംഗമഭൂമിയാണ് കാസർഗോഡ്. എല്ലാ വൈവിധ്യങ്ങളുടെയും ഭൂമിയാണ് കാസർഗോഡ്. വ്യത്യസ്തമായ മതവിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണ് കാസർഗോഡ് ജില്ല. കാസർഗോഡ് കേരളത്തിന്റെ വികസനത്തിന്റെയും കേരളത്തിന്റെ സാംസ്കാരിക ഭൂമികയിലും ഒട്ടനവധി സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു മണ്ണാണ് കാസർഗോഡ്. കാഞ്ഞങ്ങാടുമെല്ലാം തീർച്ചയായും ഈ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും ഈ ജില്ലയ്ക്ക് വേണ്ടി ഹൃദയപൂർവ്വം അഭിവാദിക്കുന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ പരമ്പരാഗതമായ വികസനത്തിന്റെ കൺസെപ്റ്റ് നമ്മുടെ മുമ്പിലുണ്ട്. പരമ്പരാഗതമായ നിർമ്മാണ രീതി നാം ഓരോരുത്തരുടെയും മുമ്പിലുണ്ട്. അത് നമ്മുടെ നാട്ടിലെ ആ പദ്ധതിയെ പ്രാവർത്തികമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ശരിയായ രീതിയിലേക്കുള്ള ദീർഘവീക്ഷണത്തോടുകൂടി ആവിഷ്കരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. ഞാൻ മനസ്സിലാക്കുന്ന ഒരാളിൽ നിന്നും 100 രൂപയാണ് വാങ്ങുന്നത്. അങ്ങനെ വാങ്ങി യഥാർത്ഥത്തിൽ വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾ വിതരണം ചെയ്യുക. അങ്ങനെ അതിനെ വിശ്വാസ്യതയോടുകൂടി വിശ്വസ്തയോടുകൂടി വളരെ കൃത്യമായി ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കണമെങ്കിൽ അതിന് ഏറ്റവും സകലതയാർന്ന ഒരു നേതൃനിര നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുണ്ടാവണം. ആ നേതൃനിര ഉണ്ടാവണമെങ്കിൽ മാത്രമേ ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ. അതിനുൾപ്പെടെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നമുക്ക് ഈ സമ്മേളനമെല്ലാം ചർച്ചയിൽ കൊടുക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും അഭിമാനകരമായ ക്ഷേമ പദ്ധതികളെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കേരളത്തിൽ തീർച്ചയായും സാങ്കേതിക വൈവിധ്യമുള്ള തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ ആയിട്ടുള്ള ഈ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് കൂടി സർക്കാർ സഹായത്തോടു കൂടിയുള്ള ക്ഷേമ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഭാവിയിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ കരുതുകയാണ്. അതിനാവശ്യമായിട്ടുള്ള ചർച്ചകൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ആളുകളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം എനിക്ക് വളരെ അഭിമാനവും സന്തോഷവും യഥാർത്ഥത്തിൽ കാര്യമുണ്ട്. ഞങ്ങളൊക്കെ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട് ഭരണോത്തരവാദിത്തത്തിലേക്ക് വന്നിട്ട് 1 മാസം തികയുന്നതേയുള്ളൂ. അതിനിടയിൽ ഞങ്ങളുടെ ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ ശുശ്രൂഷ കേന്ദ്രമുണ്ട്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ്. ഞങ്ങൾ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ഞാനുമടക്കം സംഘടിത യോഗം നടത്തി. ഏതാണ്ട് 2019 മുതൽ ആ ജില്ലാ ആശുപത്രിയുടെ ഒരു ബിൽഡിംഗിന്റെ നിർമ്മാണം 90% പൂർത്തീകരിച്ചിട്ടും സാങ്കേതിക വീഴ്ച അത് പൂർണ്ണമാക്കുന്നതിലൂടെ കഴിയാതെ അപ്പോഴാണ് ആ യോഗത്തിനകത്ത് പറയുന്നത് ലെൻസ്ഫെഡിന്റെ ആളുകളെ നമുക്ക് ഏൽപ്പിക്കാം. ലെൻസ്ഫെഡിന്റെ ആളുകളെ ഏൽപ്പിച്ച് അതിന്റെ സാങ്കേതിക ഉൾക്കഴിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം അവരിൽ നിന്ന് ലഭിക്കുമെന്ന നിർദ്ദേശം ഞങ്ങളുടെ യോഗത്തിനകത്ത് മുനിസിപ്പൽ ചെയർമാൻ UV രമേശൻ നിർദ്ദേശിച്ചു. ആ നിർദ്ദേശം തീർച്ചയായും ഞങ്ങൾക്ക് സഹർഷമായി സ്വീകരിച്ച് പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത്
നിങ്ങളുടെ സംസ്ഥാന സമ്മേളനം ഡിക്ലെയർ ചെയ്യുന്നതോടുകൂടി ശ്രീ വിനോദ് ഉൾപ്പെടെയുള്ള ആളുകൾ പത്രസമ്മേളനം നടക്കുമ്പോൾ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ പറഞ്ഞു ഈ സമ്മേളനം കഴിയുമ്പോൾ ഇതിന് ശേഷം ഞങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ്, ഒരു സാമൂഹിക പ്രതിബദ്ധതയാർന്ന ചുമതലയാണ് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനെ കാസർഗോഡ് ജില്ലാ ഭരണകൂടത്തിന് വേണ്ടി ഈ സമ്മേളനത്തിൽ ഞാൻ ഹൃദയപൂർവ്വം അതിനെ സ്വീകരിക്കുകയാണ്. ഇത് മാത്രമല്ല, നമ്മളെല്ലാം നാട്ടിൽ പുതിയ ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്റെ ഹൃദയാഭിവാദം. ഏറ്റവും ആദ്യത്തെ വെല്ലുവിളി, ആ വെല്ലുവിളിയെ ഏറ്റെടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ അതിൽ അടിവരയിടാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന്, ഒരു സാങ്കേതിക പരിജ്ഞാനമുള്ള ആളുകളുടെ സംഘടനയാണ്. അതുകൊണ്ട് തന്നെ സാങ്കേതിക തികവ് അടിയറ വച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് മാറുന്നത് ഒരിക്കലും ഉചിതമല്ല. സാങ്കേതിക തികവ് നിലനിർത്തണമെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മളുടേതായ രീതിയിൽ പുതിയ മാറ്റങ്ങളെ പറ്റി പഠിക്കേണ്ടതുണ്ട്, പുതിയ അറിവുകൾ നേടുക. മീഡിയ മാധ്യമ പ്രതിനിധികളെല്ലാവരെയും നമസ്കാരം. ജോസഫ് കോട്ടയം പാലം നാം മുന്നോട്ട് വെക്കും.